ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മേത്തി മട്ടർ മലായി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1 ഇഞ്ച് സൈസുള്ള ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗാർലിക്, അവിടെ കുറേ ഉണ്ട്, പക്ഷേ എങ്കിൽ 3 സ്ലൈസ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഒരു 10 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഗ്രീൻ പീസ് ഫ്രോസൺ എടുത്തിട്ടുണ്ട്. 2 ഓണിയൻ, 4 ഗ്രീൻ ചില്ലി, പിന്നെ മേത്തി ലീഫ് ഒരു കെട്ടായിട്ടാണല്ലോ വാങ്ങാൻ കിട്ടുക. ആ കെട്ട് മൊത്തം അടിയിലുള്ള നല്ല വലിയ തടിച്ച തണ്ടുണ്ടെങ്കിൽ കളയുക, എന്നിട്ട് മേൽഭാഗമുള്ള തണ്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഓണിയൻ ഇങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗ്രീൻ ചില്ലീസും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മേത്തി ലീഫും ഗ്രീൻ പീസും ഒഴികെ ബാക്കി എല്ലാ കാഷ്യൂസും അതെല്ലാം കൂടിയിട്ട് ഇത് മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഓക്കെ, ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ബോയിലാകാൻ വേണ്ടിയിട്ട്. അത് ബോയിലായി വരുന്ന സമയത്ത് മേത്തി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം സിനമൺ, പിന്നെ 2 കറാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്. ഓക്കെ, സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നമ്മുടെ മേത്തി ലീഫ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നല്ലോണം ഈ സൈസൊക്കെ കുറഞ്ഞു വന്നു. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് നമ്മളുടെ ഓണിയൻ്റെ പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഞാൻ മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. നമ്മൾ പച്ച ഓണിയനാണല്ലോ ആഡ് ചെയ്ത് കൊടുത്തത്, അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്ക് ചെയ്ത് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് നല്ലോണം ഇങ്ങനെ തെറിക്കും, ബോയിലാകുമ്പോൾ നമ്മളിത് പുറത്തോട്ടൊക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓക്കെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം ബോയിലായി വരുന്നുണ്ട് കേട്ടോ. ഗ്രേവി കുറച്ചൊന്ന് വറ്റി വരും. അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ എടുത്ത് വെച്ച 1/2 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ യൂസ് ചെയ്തത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി ഈസി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം എന്തായാലും കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇതൊരു 2 മിനിറ്റും കൂടി ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം കുറച്ചും കൂടി നല്ലോണം ഒന്ന് വെള്ളമൊക്കെ കുറുക്കി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് കുറവ് നമ്മുടെ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രീം, നമ്മൾ കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ എങ്ങനെ ആഡ് ചെയ്യുക വെച്ചാൽ നമ്മുടെ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒന്ന് ബോയിൽ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് കുറുകി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച മേത്തി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. മേത്തി ലീഫ് ബോയിൽ ചെയ്ത് വെക്കുമ്പോൾ എല്ലാം കൂടി ഒരു പിടിയായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല കെട്ടായിട്ട് ഉണ്ടാവുക കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് വിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നിങ്ങൾ സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് 2-3 പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം അവിടെ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഇതൊരു സൈഡായിട്ട് ഇങ്ങനെ കെട്ടുപോലെ ഇരിക്കും കേട്ടോ. അത് വിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അങ്ങനെ ചെയ്യുക, കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം ഇത് വൈറ്റ് ക്രീമാണല്ലോ. ഈ മേത്തി മലായി എന്ന് പറയുന്നത് നമ്മൾ പാലിലോ അല്ലെങ്കിൽ ക്രീമിലാക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്കൊരു ചെറിയ 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടീൻ്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് ഇഷ്ടമാവും. കാരണം ഇത് അധികം സ്പൈസസ് അല്ല, നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത്തരമുള്ള പരിപാടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേത്തി മട്ടർ മലായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തായാലും റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് കാണാം. ഓക്കെ, ബൈ, കുക്ക് വിത്ത് ലവ്.